ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിലോ കിച്ചൺ. ഇത് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബർത്ത്ഡേ വ്ളോഗായിട്ടാണ് കേട്ടോ. അതും ലോക്ക്ഡൗൺ സമയത്താണ് നമ്മൾ സെലിബ്രേഷൻ നടത്തിയിരുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നതിൻ്റെ മുമ്പ് ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ ലോക്ക്ഡൗൺ സമയത്താണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ കുറേ വൈകി. പക്ഷെ അന്ന് നമുക്ക് സാധനങ്ങൾ കിട്ടാനെല്ലാം നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കിട്ടുന്ന ഷോപ്പുകൾ മാത്രമാണ് ഓപ്പൺ ആയിരുന്നത്. പിന്നെ ഫാൻസിയും കാര്യങ്ങളും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളും പിന്നെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ചെറുതായിട്ട് കുറച്ചൊക്കെ കിട്ടി. അതൊക്കെ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളൊന്ന് സെലിബ്രേറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ കേക്ക്, മഫിൻസ്, കേക്ക് പോപ്സ്, സിക്കിൾസ്, കേക്ക് ഐസ്, അങ്ങനെ മാഷ്മെലോ, വെർമിസെല്ലി ബൈറ്റ്സ്, അങ്ങനെ കുറച്ചൊക്കെ സ്വീറ്റ്സും നമ്മളന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം നമ്മൾ ഉണ്ടാക്കിയത് തന്നെയാണ്, ഒന്നും പുറത്തുനിന്ന് മേടിച്ചിട്ടില്ല. ഡോണറ്റ്സും നമ്മൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ വെർമിസെല്ലി ബൈറ്റ്സിൻ്റെ ഡോണറ്റ്സിൻ്റെ റെസിപ്പി നമ്മളിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും വെർമിസെല്ലി ബൈറ്റ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്തരത്തിലുള്ള സെലിബ്രേഷൻസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഒരു ബ്രെഡ് കേക്ക് ആയിരുന്നു. അത് മുസംബി ഫ്ലേവറിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് വൈകാതെ തന്നെ ഇതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കിയിരുന്നു. അതും 2 ഫ്ലേവറിൽ ഉണ്ടാക്കിയിരുന്നു. വനില ഫ്ലേവറിലും പിന്നെ സ്ട്രോബെറി ഫ്ലേവറിലും ഐസ്ക്രീം ഉണ്ടാക്കി. നമുക്കിതിന് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം, അതേപോലെ ഫ്രഷ് ക്രീം യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രഷ് ക്രീം എടുത്തിട്ട് നല്ലപോലെ അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. നമുക്ക് മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. എങ്ങനെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടില്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചതാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ മിൽക്ക് മെയ്ഡ് ആണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റി ആകും. മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ശേഷം നമുക്ക് ഏത് ഫ്ലേവറാണോ വേണ്ടത് അങ്ങനെ ആ ഫ്ലേവർ ചേർത്ത് കൊടുക്കാം. ബട്ടർ സ്കോച്ച്, ചോക്ലേറ്റ്, പിസ്ത, നമുക്ക് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ആദ്യം വെനില ഫ്ലേവറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ വെനില എസൻസ് ഒഴിച്ചിട്ട് അത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുറഞ്ഞത് 4 മണിക്കൂർ, കൂടിയാൽ എത്രയും കുഴപ്പമില്ല, നമ്മൾ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു സോഫ്റ്റ് ഐസ്ക്രീമാണ്. നമുക്ക് കഴിക്കുമ്പോൾ തന്നെ നല്ലോണം ഇഷ്ടമാവും. നമ്മൾ കഴിക്കുന്നത് അറിയ പോലുമില്ല, അത്ര ഒരു സിൽക്കി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ചെയ്തത് ഒരു സ്ട്രോബെറി ഫ്ലേവറിലുള്ളതാണ്. അപ്പോൾ ഇത് മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമും ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് സ്ട്രോബെറി എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഒന്നും കൂടി എനിക്ക് ഫ്ലേവർ വേണമെന്ന് തോന്നിയപ്പോൾ കുറച്ചുകൂടി ചേർത്തിട്ട് ഞാൻ പിന്നെയും ബീറ്റ് ചെയ്തെടുക്കുകയാണ്. എസൻസുകളും തന്നെ നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എനിക്ക് കുറച്ചും കൂടി ഫ്ലേവർ വേണമെന്ന് തോന്നിയോണ്ടാണ് കുറച്ചും കൂടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇനി ഇതൊരു 6 മണിക്കൂർ ഫ്രീസറിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇനി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാട്ടോ നമ്മളതൊന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സാധനങ്ങളൊന്നും മേടിക്കാൻ കിട്ടിയിരുന്നില്ല, ലോക്ക്ഡൗൺ ആയിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. സ്റ്റേഷനറി സ്റ്റോഴ്സ് മാത്രമുള്ള ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്, ഫാൻസിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ മുമ്പ് ഉണ്ടായിരുന്ന സാധനങ്ങൾ വെച്ചിട്ടൊക്കെ നമ്മൾ ഓരോന്നൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടൊക്കെ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തു. പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. മാഷാ അല്ലാഹ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. വീഡിയോയിൽ നമുക്ക് അത്ര മനസ്സിലാവുന്നില്ല, പക്ഷേ നല്ല നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ നിങ്ങൾ ഇനി ഇപ്പോഴൊക്കെ എല്ലാം മേടിക്കാനൊക്കെ കിട്ടുന്നുണ്ടല്ലോ, ലോക്ക്ഡൗണും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സ്വീറ്റ്സിൻ്റെയൊക്കെ റെസിപ്പീസൊക്കെ നമ്മളിതിൽ പോസ്റ്റ് ചെയ്യേണ്ട. അപ്പോൾ നിങ്ങളതൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് തന്നെ ഇപ്പോൾ പരമാവധി അടിപൊളിയാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ആളെ വിളിച്ചിട്ട് ചെയ്യിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് തന്നെ പരമാവധി അടിപൊളിയാക്കാം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. കാരണം ഇപ്പോൾ സാധനങ്ങളൊക്കെ നമുക്ക് ഏത് സാധനമാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് ഫാൻസിയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കത് വെച്ചിട്ട് അടിപൊളിയാക്കാം.
പിന്നെ നമ്മളൊരു 2 ടയർ കേക്കാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫിനിഷായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് നോക്കുകയാണ്, ഏത് വെച്ചാൽ ഭംഗി ഉണ്ടാവുക അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഞങ്ങളിങ്ങനെ ഫിനിഷാക്കി എടുക്കുകയാണ് കേക്ക്. പിന്നെ അവിടെ നമ്മൾ പാത്രങ്ങളിലൊക്കെ നമ്മൾ സ്വീറ്റ്സൊക്കെ സെറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഏകദേശം മസാല എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ബർത്ത്ഡേ ബോയ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കേക്ക് നമ്മളുണ്ടാക്കിയ സ്വീറ്റ്സ് ആട്ടോ ഇതൊക്കെ, കണ്ടില്ല എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഉണ്ടാക്കിയത് എല്ലാ സ്വീറ്റ്സും തന്നെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ കേക്ക് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇതും അത് ഇങ്ങനെ പിന്നെ നൈഫ് വെച്ചിട്ടൊക്കെ പിന്നെ കൈ കൊണ്ടും കാലുകൊണ്ടൊക്കെ ഇങ്ങനെ അത് കുത്താനൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെർമിസെല്ലി പൈസ്, മാഷ്മെല്ലോ ഒക്കെ നല്ല കറക്റ്റ് ഫിഗർ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഡോണറ്റ്സും തന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു. നമ്മുടെ മഫിൻസ്, പിന്നെ കേക്ക് പോപ്സ്, അങ്ങനെ എല്ലാം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ ഓറിയോ ഐസ് ഇട്ടത് നല്ല കിഡിലൻ റെസിപ്പി ആയിരുന്നു. പിന്നെ ഉണ്ടാക്കിയ ഐസ്ക്രീം ഇതാട്ടോ നമ്മുടെ ബ്രെഡ് കേക്കും തന്നെ നമ്മുടെ മുസമ്പിൻ്റെ ഫ്ലേവർ നല്ലതുപോലെ അതിൽ വന്നിരുന്നു. ഇതും ഇങ്ങനെ നന്നായിട്ടത് നമുക്കവനെ കൈ പിടിച്ചാൽ കിട്ടിയിരുന്നില്ല. അത് കണ്ടിട്ട് എക്സൈറ്റ് ആയിട്ട് നന്നായിട്ട് അതിങ്ങനെ കേടുവരുത്തേണ്ട കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നമ്മൾ അതിൻ്റെ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് ആ കേക്ക് കട്ട് ചെയ്യാനൊക്കെ നോക്കിയിരുന്നത്. പിന്നെ എല്ലാവരും തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക, അങ്ങനെ നമ്മുടെ സെലിബ്രേഷൻസൊക്കെ അടിപൊളിയാക്കുക. പിന്നെ നമ്മൾ പുറത്തുള്ള കുറേ പൈസ ചിലവാക്കിയിട്ട് ഇങ്ങനെയുള്ള ഡെക്കറേറ്റിങ് കാര്യങ്ങളും സ്വീറ്റ്സ് വാങ്ങുന്നതെല്ലാം പരമാവധി ഒഴിവാക്കിയിട്ട് നമുക്ക് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. അങ്ങനെ അടിപൊളിയാക്കി ചെയ്തിട്ട് കിടിലനാക്കി നമ്മുടെ വലിയ മക്കൾക്കൊക്കെ സർപ്രൈസ് കൊടുക്കാം. അങ്ങനെ തന്നെ വലിയ ആൾക്കാർക്കും ചെറിയ കുട്ടികൾക്കൊക്കെ തന്നെ നമുക്ക് സർപ്രൈസൊക്കെ കൊടുത്തിട്ട് അങ്ങനെ സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഇത് നമ്മുടെ കഴിഞ്ഞിട്ട് നല്ല കളിയിലായിരുന്നു.